എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ഫേസ് കാണിച്ചുകൊണ്ടല്ല യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഒരു പൂനെയിലാണ്. പൂനെയിൽ വിശാന്ത് പാടെ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞാൻ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയൊരു കടയാണ്. 50 രൂപയ്ക്ക് നമുക്ക് ഡ്രസ്സ് കിട്ടും. നമുക്ക് എനിക്ക് പെട്ടെന്നൊരാവശ്യത്തിന് വേണ്ടി എടുക്കാമല്ലോ എന്ന് വന്നതാണ് ഞാൻ. പൂനെയിൽ എനിക്ക് ജോലിയാണ്. ഞാനിവിടെ ഒരു ഹോസ്പിറ്റൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു. നമ്മുടെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ ആ പൈസയ്ക്ക് എനിക്ക് ഇവർ ഉപയോഗിച്ച് ഡ്രസ്സ് വേണമെന്നൊന്നും അങ്ങനെ എനിക്കറിയത്തില്ല. അവർ കുറഞ്ഞ പൈസയ്ക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കുറഞ്ഞ പൈസയ്ക്ക് വിൽക്കുന്നവരാണ്. അപ്പോൾ വാങ്ങാമെന്ന് കരുതി. ഇപ്പം എൻ്റെ പൈസ അവരുടെ കയ്യിൽ ഞാൻ പൈസയായിട്ടാണ് കൊടുത്തത്. അപ്പം ഗൂഗിൾ പേ അത് കുറച്ച് പൈസ ഗൂഗിൾ പേയും അല്ലാതെയാണ് കൊടുത്തത്. അപ്പോൾ അവർ ചേഞ്ച് തരാൻ പോയിരിക്കുക. അത് അവരുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അവരത് വേറെ ആളുടെ കയ്യിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ് അതപ്പം അയാളോട് വാങ്ങിത്തരുക. പിന്നെ ഞാനിവിടെ ഒരു കടയിലൊരു ചെറിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമായിരുന്നു. അതിനു വേണ്ടി അവരുടെ ആ കടയിലോട്ട് പോയി. ഓൾറെഡി ഞാൻ ഫോട്ടോ എടുത്തു. ഇനി അത് അവർ ശരിയാക്കിയിട്ട് ഫോട്ടോ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സൈഡിലെ ചെറിയ ചെറിയ കുഞ്ഞു കടകൾ നല്ല പൈസ കുറച്ചാണ്. നമ്മൾ കേരളത്തിൽ നല്ല പൈസയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന പൈസ മുഴുവനും അങ്ങോട്ട് നമ്മുടെ ഈ കുറച്ച് കുഞ്ഞി സാധനങ്ങളൊക്കെ വാങ്ങിത്തരും. ഇവിടെ അങ്ങനെയല്ല. എല്ലാത്തിനും ചെറിയ പൈസയാണ്. മീൻസ് 50 രൂപ 60 രൂപ. വലിയ മീൻസ് നല്ല ഭംഗിയുള്ള സാധനങ്ങളൊന്നും അല്ല. എന്നാലും നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാനിവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞ ദിവസം വാങ്ങിയായിരുന്നു. ഈ വട്ടം ഞാനാണെങ്കിൽ ഇപ്പം ജോലിക്ക് കയറിയതേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്നൊക്കെ കരുതി. അപ്പോൾ ഞാൻ ഈ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ നടന്നു പോകുന്നത് അവിടെയൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് ഞാൻ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജൊക്കെ അയക്കാം കേട്ടോ. എനിക്ക് വലുതായിട്ടൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. നമുക്കറിയാവുന്നതുപോലെ നമ്മളൊക്കെ ഇങ്ങനെ ട്രൈ ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരല്ലേ. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തല്ലേ നമ്മളത് നന്നാക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്കൊക്കെ ചെയ്യണം. ഇവിടെ ഈ കടയിൽ പോകുന്ന വഴി കൂടെയാണ് ഞാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുത്തത്. ഹോസ്പിറ്റലിൽ കുറച്ച് ഡോക്യുമെൻസിൽ സ്റ്റിക്ക് ചെയ്യണമായിരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊന്നും കൊണ്ടുപോകാനില്ലായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര പൈസ. ഇപ്പം ഇവിടെ 8 എണ്ണത്തിന് അവർ 70 രൂപ പാസ്പോർട്ട് സൈസ്. പക്ഷേ ഞാൻ കേരളത്തിൽ നിന്ന് ഒരു ദിവസം വാങ്ങിയപ്പോഴൊക്കെ ആണെങ്കിൽ അതിന് എത്രയോ 200-250 രൂപ ഒരു 5-4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്കൊക്കെ. എന്നാ പൈസയല്ലേ ഈ കടയിൽ. പിന്നെ വൈകിട്ടാണ് ആയപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഷവർമ്മ കഴിക്കാമെന്ന് കരുതി വന്നു. ഷവർമ്മയ്ക്ക് ഇവിടെ 80 രൂപയ്ക്ക് ഗെറ്റ് 1 ഫ്രീ 2 എണ്ണം കിട്ടും. വലിയ നല്ലതൊന്നും അല്ല. പിന്നെ പൈസ കുറവാണല്ലോ എന്ന് കരുതി. ചിക്കനൊക്കെ നല്ലതാണോ എന്ന് ദൈവത്തിനറിയാം. അപ്പോൾ വാങ്ങി. ഒരു സ്വീറ്റ് കടയിൽ കയറി. അവിടെ ഒത്തിരി ടൈപ്പ് കേക്ക്സ്, ബണ്ണ്, ക്രീം ബണ്ണ്, പിന്നെന്താ നമ്മൾ ക്രിസ്മസിനൊക്കെ പ്ലം കേക്കൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ഉണ്ടാക്കിയിട്ട് കൊണ്ട് വെക്കുന്നതാണോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചൊന്നുമില്ല. കാരണം
പിന്നെ ഞങ്ങളാണെങ്കിൽ ഒരു ബണ്ണ് ഒരു പാക്കറ്റിൽ കിട്ടുന്ന ഒരു 3 ബണ്ണുണ്ട് ആ പാക്കറ്റിൽ, അത് 25 രൂപയുടെയും പിന്നെ ഒരു 20 രൂപയുടെ ഒരു ചുമല കളറുള്ള പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, എന്നെ അതൊന്നും ചോദിക്കരുത്. 200 രൂപ അല്ല 200 പോട്ടെ 20 രൂപയ്ക്ക് ആ ഒരു കേക്കും വാങ്ങി. ഒരെണ്ണം വാങ്ങി ഞങ്ങൾ പീസായിട്ടുണ്ട്. ആ കേക്കിന് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷെ ക്രീം ബണ്ണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്ക് എന്തോ ചോക്ക് കഴിച്ച പോലെ, ചോക്കില്ലേ നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ ബോഡിയിലൊക്കെ എഴുതത്തില്ലേ, ആ ടേസ്റ്റായിരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഞങ്ങൾ ഇനിയും ഇങ്ങനെ വീഡിയോ ഒക്കെ ആദ്യത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എങ്ങനെയാണ് വ്യൂവേഴ്സൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് രണ്ടാമത് ഞങ്ങൾ വീഡിയോ ഇടാം. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ വൈകിട്ട് വന്നത്, വൈകിട്ട് കേക്ക് കഴിക്കാൻ